ഹായ്, ഞാൻ ശ്രീപാർവതി. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിൽ എനിക്ക് തോന്നുന്നു മാതാപിതാക്കളൊക്കെ വളരെയധികം ഭീതിയിലുമാണ്. കാരണം കുട്ടികൾ വഴിതെറ്റി പോകുമോ, ആരുടെയെങ്കിലും വലയിലാകുമോ എന്ന് തുടങ്ങി വളരെയധികം സംശയങ്ങളും പേടികളും ഒക്കെ മാതാപിതാക്കളെ ഭരിക്കുന്നുണ്ട്. അത് കാരണം അവരൊക്കെ ഇങ്ങനെ കണ്ണു നട്ട് നോക്കിയിരിക്കുകയും ചെയ്യും. അത് അവരെ തെറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം കൊച്ചു സുന്ദരികൾ പോലെയുള്ള ഫേസ്ബുക്ക് പേജുകൾ അവരെ വീണ്ടും വീണ്ടും ഭീതിയിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഫേസ്ബുക്കിൽ നന്മയുള്ള കഥകളൊന്നും ഉണ്ട് ഇല്ലേ? അങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. കാരണം അഭിജിത്ത് നമ്മുടെ മുന്നിലുണ്ട്. 10ാം ക്ലാസ്സുകാരനാണ് അഭിജിത്ത്. വിക്കിപീഡിയയിൽ ഏതാണ്ട് 50ഓളം ലേഖനങ്ങൾ എഴുതിയ അഭിജിത്ത്. അഭിജിത്ത് എന്ത് നന്മയാണ് സമൂഹത്തിന് സോഷ്യൽ മീഡിയയിലൂടെ നൽകിയത്? എന്ത് മെസ്സേജ് ആണ് നൽകിയത്? ഒരു 10ാം ക്ലാസ്സുകാരിൽ നിന്നും അല്ലെങ്കിൽ ഒരു കുട്ടിയിൽ നിന്നും, അവൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയിൽ നിന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില അപൂർവമായ നന്മകൾ ഉള്ള ഒരു വ്യക്തിയാണ് അഭിജിത്ത്. ലേഖനങ്ങൾ, വരകൾ, എഴുത്തും വരയും ഒക്കെ കൂടാതെ വീട്ടിലെ ചെറിയ ചെറിയ കഥകൾ, വിശേഷങ്ങൾ, നാട്ടിലെ വിശേഷങ്ങൾ, ചെറിയ നന്മകൾ, ചെറിയതും വലുതുമായ നന്മകൾ ഒക്കെ അഭിജിത്ത് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വേണ്ടി ഷെയർ ചെയ്യാറുണ്ട്. ഇത് മാത്രമാണോ അവനെ വലിയൊരാളാക്കുന്നത്? അല്ല. കഴിഞ്ഞ ദിവസം അഭിജിത്ത് ചെയ്ത ഒരു വലിയ കാര്യം, വലിയ ചർച്ചാ വിഷയമായിരുന്നു. അർച്ചന എന്നു പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ അഭിജിത്ത് സഹായിച്ചതാണ് അത്. വൃക്കരോഗിയായ അർച്ചനയ്ക്ക് വേണ്ടിയാണ് ആദ്യം അഭിജിത്ത് തൻ്റെ ഫേസ്ബുക്കിലെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും സഹായം അഭ്യർത്ഥിച്ചത്. വലിയ വിഷമമൊന്നും വേണ്ടി വന്നില്ല, ഇഷ്ടംപോലെ ധനസഹായമൊന്നും. പക്ഷെ അതിന് പുറമെയാണ് അർച്ചനയുടെ വീട്ടുകാരെ മറ്റൊരു തീരാ ദുരന്തത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ജപ്തി നോട്ടീസ് എത്തിയത്. വീട് ഇന്നോ നാളെയോ നഷ്ടമാകുന്ന അവസ്ഥ. മറ്റൊന്നും ഓർത്തില്ല. അവന് വേറെ ആരോടും പറയാനുമില്ല. അവൻ്റെ കയ്യിലും പൈസയില്ല. തൻ്റെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും വീണ്ടും അവൻ അഭ്യർത്ഥിച്ചു അർച്ചനയ്ക്ക് വേണ്ടി. നന്മയുള്ള എത്രയോ പേർ അവനെ പിന്തുണച്ചു. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇഷ്ടംപോലെ ധനസഹായം വീണ്ടും അർച്ചനയ്ക്കെത്തി. അവളുടെ വീടിൻ്റെ ജപ്തി ഒഴിവായി കിട്ടി. അവൾ സന്തോഷത്തിലാണ്. അവളിലും ഏറെ സന്തോഷിക്കുന്ന ഒരുപക്ഷെ അഭിജിത്തായിരിക്കും. കാരണം താൻ കാരണം മറ്റൊരാൾക്ക്, തൻ്റെ നാട്ടിൻ പുറത്തുകാരിയാണെങ്കിൽ കൂടി മറ്റൊരു കുട്ടിക്ക് അവളുടെ മുഖത്തെ ഒരു പുഞ്ചിരി കാണാൻ കഴിയുന്നു എന്നതിൻ്റെ ചാരിതാർത്ഥ്യം അതൊട്ടും ചെറുതല്ല. കാരണം ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മാധ്യമങ്ങൾ മതവൈരത്തിനും ഇതുപോലെയുള്ള മതസ്പർദ്ധകൾ ഉണ്ടാക്കാനും അതുപോലെയുള്ള പോസ്റ്റുകൾ നിറയ്ക്കാനും കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ഇടയിൽ ഇതുപോലെയുള്ളൊരു കൊച്ചുകുട്ടി ഇത്രയധികം വലിയൊരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുക, അതും കുട്ടികൾ വഴിതെറ്റി പോകുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അവൻ അതുപോലെയുള്ളൊരു നന്മ ചെയ്യുക അതൊട്ടും നിസ്സാരമല്ല. നമ്മളുടെ ഓരോ കുട്ടിയും അവനെ കണ്ടു തന്നെ പഠിക്കണം. കുട്ടികൾ മാത്രമല്ല, ഓരോ മുതിർന്ന വ്യക്തിയും അഭിജിത്തിനെ കണ്ടുപഠിക്കണം. അവനിലെ നന്മയെ കണ്ടുപഠിക്കണം. സ്കൂളുകളിലെല്ലാം അവനെ അധ്യാപകർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തണം. കുട്ടികൾ തിരിച്ചറിയട്ടെ, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ചാറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സൗഹൃദം പങ്കുവയ്ക്കാനും അവരവരുടെ വൈകാരികതകളെ പുറത്തേക്ക് തള്ളിയിടാനും വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും വേണ്ടിയുള്ളതാണ്. അവരെ എല്ലാവർക്കും പരിചയപ്പെടുത്തട്ടെ. കാരണം ഇതുപോലെയുള്ള വിളക്കുകൾ നിരവധി നമ്മുടെ നാട്ടിലുണ്ടാവും. ആ ഓരോ വിളക്കുകളെ നമ്മൾ കാലത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ
എന്തായാലും അഭിജിത്ത്, മൈ ഡിയർ, ഹാറ്റ്സ് ഓഫ്.